അതിലെ സുഹൃത്തുക്കളെ ഇത്ര ദിവസമായിട്ട് ഈ വീഡിയോ ഇടാത്തത് പനിയായിരുന്നു. അപ്പോൾ പനി കുറഞ്ഞു. അപ്പോൾ വെറുതെ ഇരിക്കുന്നു റൂമിൻ്റെ. അപ്പോൾ കണ്ടൊരു സാധനമാണ്, എന്തോന്ന് അറിഞ്ഞുകൂടാ, അറിയെങ്കിൽ കമൻറ്റിൽ പറ. എൻ്റെ ഇപ്പം ഫ്രണ്ടിലേക്ക് ഒന്ന് പോയപ്പോഴാണ് CK എന്ന് പറഞ്ഞിട്ടുള്ളത്, കാൽവിൻ എന്ന് പറഞ്ഞിട്ടൊരു ടിഷർട്ടായിട്ട് തുപ്പി ഇട്ടോടെ നല്ലൊരു സംഭവം തന്നെ. CK കാണില്ലേ, വേണ്ട CK കാൽവിൻ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ തുപ്പി. ഞാൻ അതായിട്ട് ഈ തുപ്പിയുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ആ കണ്ട അല്ല നല്ല തുപ്പിയായിരുന്നു. ഞാൻ ഇപ്പോൾ കാണുള്ളൂ. ഹലോ സുഹൃത്തുക്കളെ, എന്തൊരു നമ്മുടെ ദേവൻ ബ്രദർ ഇപ്പം വരും കേട്ടോ. ഒറ്റ സൈഡ് വരും. അപ്പം നമ്മൾ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ആവേശത്തിൻ്റെ. കാരണം ആ പാട്ട് എൻ്റെ വീഡിയോ ആദ്യം എടുത്തതിൽ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ട് കിട്ടിയില്ല. നമുക്ക് നമ്മുടെ ബ്രദറുള്ള ദേവൻ 2 ചോദിക്കാം. അവന് വല്ല പാട്ട് പാടാൻ വല്ല അറിയുമെന്ന് നമുക്ക് അവനോട് ചോദിക്കാം. എടാ നിനക്ക് വല്ല പാട്ട് പാടാൻ? എടാ നീ ഗായകനല്ല, ആവേശത്തിൻ്റെ ഇല്ലുമിണ്ടാക്കി അത് പാടിയില്ലേ. പിന്നെ AR റഹ്മാന്റെ മറ്റേ സോങ്ങില്ലേ മിന്നൽ വളയല്ല, സോറി, ഇപ്പോഴും അതിലേക്ക് പോണേ. സത്യം പറഞ്ഞ അത് ഇറങ്ങിയിട്ടില്ലേ ഉള്ളൂ. അത് നരിവേട്ടൽ സോങ് അത് പാടിയിട്ടുണ്ട്. പക്ഷെ അതിന് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് കിട്ടി. അതാ പക്ഷേ നല്ല അവൻ മ്യൂസിക് ഇല്ലാണ്ട് പാടാൻ. മ്യൂസിക് പാടാൻ ടിവിയിലിട്ടാ പാടും. പിന്നെ എൻ്റെ ഇപ്പം മിന്നൽ വളല്ല വീണ്ടും ഇത് വരണാണ്. ഞാൻ പറയാം എന്തായിരുന്നു നമ്മുടെ AR റഹ്മാന്റെ പൂവേ പൂവേ എന്ന സോങ് പാടിയിട്ടുണ്ട് ദേവൻ. ഇല്ലടാ പാടിയിട്ടില്ലേ? പാടിയിട്ടൊക്കെ ഉണ്ട്. പൂവേ എന്ന് പറഞ്ഞ സോങ് AR റഹ്മാന്റെ. പിന്നെ എൻ്റെ ഇപ്പം നമ്മുടെ മാർക്കോലത്തെ ഒരു പാട്ടിലിത് ഈ മാർപ്പാപ്പയുടെ സോങ് പടവേ സൂര്യൻ അതിലുള്ള കൈകൾ കരുത്തു പൊങ്ങാൻ മുന്നേ നീ തൊട്ടാൽ അടങ്ങ് നിൽക്കണ്ട, അടങ്ങാത്ത സൂര്യൻ അതിലുള്ള കൈകൾ കരുത്തു പൊങ്ങാൻ മുന്നേ നീ തൊട്ടാൽ ഇത്ര പാടാമുള്ള കേസ്. കാരണം പനി മാറിയതല്ലോ കൊണ്ടോണ്ട് എനിക്ക് എൻ്റെ ഫേസിന് ബോഡിക്ക് വല്ല വ്യത്യാസം മാതിരി നിങ്ങൾ തോന്നുന്നുണ്ട്. തടി കുറഞ്ഞ മാതിരി. മുമ്പ് 73 തടി, ഇപ്പം കുറഞ്ഞ മാതിരി തോന്നുന്നു. എനിക്കിപ്പോൾ തോന്നലുണ്ട് തടി കുറഞ്ഞ മാതിരി. കഴുകണ്ട കഴുത്തിരി കുറഞ്ഞ മാതിരി ഉണ്ടോ? വല്ല തോന്നണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയേ. നമ്മുടെ ബ്രദർ ദേവൻ 2 ചോദിക്കാം. എടാ നിനക്ക് നമ്മളപ്പോൾ ഏത് വീഡിയോ ഇടുമെന്ന് അവനോട് തന്നെ ചോദിക്കട്ടെ. എടാ എന്ത് ഇടൂടാ, എന്ത് പാട്ടാ ഞാൻ പാടണ്ടേ? എടാ നീ നന്നായി പാട്ട് പറഞ്ഞല്ലടാ ദേവ, എനിക്ക് പാട്ട് പാടിക്കൂടെ? എന്തേലും ഒരു ഓട് കൂടി നിനക്കത് വായിക്കാൻ പറ്റണമെങ്കിൽ നീ ട്രൈ നോക്ക്. ഞാനത് ട്രൈ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അധികമായിട്ട് അറിയത്തില്ല. എന്നാലും യു ട്രൈ, കൊണ്ട് കഴിയും. ഓൾ ദ ബെസ്റ്റ്. കഴിയൂടാ, തെറ്റൂടാ.
ഇവിടെ ട്രൈ ഇങ്ങനെയല്ല ഓരോന്ന് പഠിക്കുന്നത്. ഇത്ര മതിയോ? ഓ ദൈവന് ഇത്ര പറ്റുള്ളൂ. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി. ഇതിൻ്റെ പേര് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലൂട്ടാണ്. നിങ്ങൾക്ക് മേടിക്കാവുന്നതന്നെ. സത്യം പറഞ്ഞാൽ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലൂട്ടിലൊക്കെ അല്ല, പ്ലാസ്റ്റിക്കില്ല സോറി, നമ്മുടെ ഒരു സംഭവം ഉണ്ടാവില്ലേ, ഒരു റബ്ബർ, ഒരു പഞ്ഞി മാതിരിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ, ആ സാധനം ഇതിൻ്റെ ഉള്ളിൽ വെക്കാറുള്ളത്. പക്ഷെ ഇതില് അതല്ല, ഇതിൽ മെഴുകുതിരി ഉരുക്കി വെച്ചേക്കാണ്. കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇത് മെഴുകുതിരിയാണ് മോനെ. ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്തോട്ടെ. ഇത് മഴക്കാലമാണ്, രാത്രി എന്ന് പറഞ്ഞാൽ അത്രയും രാത്രിയല്ല, 7:15 7:15 രാത്രിയാണ് സത്യം പറഞ്ഞ. അപ്പോൾ ഓടക്കുള്ളിൽ വായിക്കാൻ പാടില്ല എന്ന് പറയാൻ ഞാൻ അറിയാണ്ടൊന്ന് വായിച്ചതാ. നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ദേവനോട് എന്നെ അങ്ങോട്ട് ചോദിച്ചാലോ എന്ത് ചെയ്യാന്ന് ചോദിക്കാം. എടാ ദേവാ, എന്താ അറിയുക? എനിക്കറിയില്ലടാ, നീ പറ. അപ്പോൾ ഞാൻ പറയണ്, നമുക്ക് ആലോചിക്കട്ടെടാ. എനിക്ക് വയ്യാതെ ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് എനിക്ക് ആലോചിക്കാൻ പറ്റാതെ. ഏതൊക്കെ ആലോചിക്കാം. എനിക്ക് വയ്യെങ്കിൽ ഞാൻ ആലോചിക്കാം. കിട്ടി. എന്തുവാ എടാ, നമ്മള് ഒരു വീഡിയോയിൽ കണ്ടതല്ലേ, ഒരു ചേട്ടൻ നമ്മുടെ ഈ ഹോളോഗ്രാം കേട്ടിട്ടുണ്ടോ? ഹോളോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗൈസ്? ഹോളോഗ്രാം വീഡിയോസ്. ഇപ്പോൾ അതാണ് നമ്മളെ ഹോളോഗ്രാമിനൊക്കെ വേണ്ടിയിട്ടൊരു ഷീറ്റ് ആവശ്യമുണ്ടാവും, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് ഷീറ്റ് വേണ്ട, ഒരു ബോട്ടിൽ മതി. ബോട്ടിലിൻ്റെ മറ്റേ ടോപ്പൊക്കെ ഉള്ള ഭാഗമില്ലേ, ഞാൻ പാട്ടില്ല വെച്ചതിൻ്റെ. ഇന്നെന്തുണ്ട് എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്. നിനക്കിത് വെറും പ്ലാസ്റ്റിക് കുപ്പി, പക്ഷെ എനിക്കിത് ഒരു ഹോളോഗ്രാം. എങ്ങനെയെന്ന് കേട്ടെ നിങ്ങൾക്ക് കാട്ടിട്ടെ. നമ്മുടെ കത്തിയുണ്ട്, ട്രൈ നോക്കാം. കത്തിയില്ല നോക്കട്ടെ. ഇതിലോ ചമ്മു കത്തറ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കട്ട് ചെയ്തിട്ട് കവറൊന്ന് മാറ്റട്ടെ. കവർ വലിയത് കിട്ടിയും പറ്റില്ലല്ലോ. കട്ട് ചെയ്യാൻ അത്രയ്ക്ക് ഇമ്പോസിബിൾ അല്ല മോനെ, കട്ട് ചെയ്യാൻ അത്രയ്ക്ക് ഇമ്പോസിബിൾ അല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ കവർ മാറ്റിയില്ല, എന്നിട്ടാണ് ഇപ്പം. അല്ലെങ്കിലും നമ്മൾ ഈ ഹോളോഗ്രാം വീഡിയോസൊക്കെ എടുക്കാൻ നീ കൊണ്ടുള്ള അങ്ങനെ ആയിട്ടില്ലടാ. ഹോളോഗ്രാം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഉണ്ട്, പ്ലാസ്റ്റിക്. എന്നാൽ അതിലൊക്കെ എരിയും. പക്ഷെ അതിൻ്റെ പേര് ഇത് കുപ്പി. സിമ്പിളായിട്ടുള്ള സാധനം. ഈ സാധനം കളയണം. ഭയങ്കര ടഫുള്ള പ്ലാസ്റ്റിക്. ഇത് കളയണം. ഈ കുപ്പിയുടെ ഈ മൂടി ഭാഗം ഉണ്ടാവില്ലേ, മൂടി ഭാഗം വെച്ചിട്ടാണ് സംഭവം. രാത്രി തന്നെ എടുക്കണം തന്നെ, അതിൻ്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യാൻ പറ്റില്ല, ജാതി കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു പരിധിയിൽ സർക്കിൾ കൊണ്ടുവരാറുണ്ട്.
ഈശ്വര. പിന്നെ സാധാരണ നമ്മുടെ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കുന്ന സ്പീക്കറിന് വരും വീട്ടിൽ തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുണ്ടാക്കുന്ന സ്പീക്കറുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് ഉണ്ടാക്കണത് ഞാൻ കാട്ടിയാൽ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കണമെന്നും ഞാൻ കാട്ടിത്തരാം. കത്ര കയ്യിൽ തുടങ്ങി ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുക്കട്ടെ. ഫസ്റ്റ് കട്ട് ചെയ്ത ഭാഗം വേണ പൊട്ടിച്ചെടുത്തത്. കട്ട് ചെയ്തിട്ട് വരുന്നില്ലല്ലോ. കഷ്ടം തന്നെ. ആ കിട്ടി. ഇനിയാണ് സൂത്രം മോനെ. കുറച്ചുണ്ട്. അമ്മയുടെ ഫോണൊന്ന് ഇത്തിരി നേരത്തേക്ക് എടുക്കണ്ടേ അമ്മ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഹോളോഗ്രാമിൻ്റെ സാധനം സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്ന വീസുമ്പോൾ വെളിച്ചം നന്നായിട്ട് അത് സെറ്റ് ചെയ്തു ലൈറ്റ് നമ്മൾ ഇരുട്ടാണ്. ഹോളോഗ്രാം വീഡിയോ ഇട്ടോ ഈ ഫോൺ സെർച്ച് ചെയ്ത ആവശ്യ സമയത്തൊന്നും കിട്ടത്തില്ല. ജാതി സ്റ്റക്കാതെ ആവശ്യം പോയ ഈശ്വര. എന്താണ് വേർന്നു മോനെ? ജാതി വേർപ്പ്. നമുക്ക് തോന്നുന്ന ഹോളോഗ്രാമിൻ്റെ വീഡിയോ ഹോളോഗ്രാമിൻ്റെ വീഡിയോ ഇടല്ലേ. നെറ്റ് ഓൺ ചെയ്തില്ല. അത്തിമര ചൂട്ടിൽ വന്നാൽ താരകരാവ് പറയുന്നുണ്ട്. ഹോളോഗ്രാം വീഡിയോസ് hologram videos. ഇപ്പം ഇങ്ങനെ കാണിക്കുന്നു ഞാൻ പറയാം. നമ്മള് എവിടെ വരുന്നില്ലല്ലോ. ഏകദേശം ചുറ്റിക്കളിക്ക് സെറ്റാവോടെ. സാധനം വർക്കൗട്ടിക്കോട്ടാ. പൊളി സാധനം കണ്ടാ. സാധനം പൊളിയാട്ടാ. മേളില് സത്യം പറഞ്ഞത് വർക്കൗട്ടിങ്. ശരിക്കും പറഞ്ഞത് എഡിറ്റ് ചെയ്തുള്ള വീഡിയോ അല്ല, ഇത് പക്ക റിയല്. കണ്ട ആ ശരിക്കുള്ള ബോട്ടില്ലേ ഉണ്ടാ മേളിലേക്ക് വന്നിട്ട് അതൊരു സ്പേസ് ഷിപ്പിൽ എന്താ അവിടെ നിന്ന് അടുത്ത വെടിയപ്പ് വരുവേ. കണ്ട സ്പേസ് ഷിപ്പ് പറയണത് അടുത്ത വീഡിയോ. ബട്ടർഫ്ലൈ പറക്കണത്
അതാവുമ്പോ ഒരു സൂപ്പർ വീഡിയോ അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. സംഭവം സൂപ്പറാ. അതെ, ബേർഡ് പറഞ്ഞത് ആഫ്രിക്കൻ ബേർഡ് അല്ല, വേറൊരു ബേർഡ് ക്ലിയർ ആയിട്ടില്ല. അതായത് ഫിഷ് ഏകദേശം പകുതി മാത്രമേ ഉള്ളൂ. സ്ഥലം ഇത്ര കിട്ടണ്ട, ഏകദേശം കിട്ടിയാൽ മതി സാറേ. ചിലത് വേറൊരു ഫിഷല്ല, ഷാർക്കിന്റെ ഭാഗം അധികം ക്ലിയർ ആയില്ല. കിട്ടുന്ന മാത്രമേ ചോദിക്കും. അടുത്തത് വരണോട്ടെ. എന്തോ അറിയത്തില്ല. ഒറ്റ സെക്കൻഡ്. ഏകദേശം സെറ്റപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഏകദേശം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം തന്നെ ഈ വീഡിയോ ഇവിടെ അടക്കം തന്നെ ഇങ്ങോട്ട് തീരുന്നു. നമുക്ക് അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.